ഹായ് ഗായ്സ്, ഹെയർ കട്ട് വ്ളോഗാണ്. ഞാൻ അവളെ മുടി ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കൊളായാല് ചേച്ചിന്റെ മുടി ഞാൻ മൊട്ടടിക്കും, ഉറപ്പാ. എന്റെ മുഖം വിട്ടല്ലേ, അത് കുറച്ച് ദൂരേക്ക് പിടിക്കും. ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂലല്ലേ കസാര. ഇതാണ് അവളെ മുടി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റൈലാക്കി കൊടുക്കാം, വെട്ടിയിട്ട് നല്ല അടിപൊളിയാക്കി കൊടുക്കാം. ലെങ്ത് കുറയ്ക്കരുതേ. ലെങ്ത് കുറയ്ക്കാനാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ കൊളായാല് ചേച്ചിന്റെ മുടി ഞാൻ മൊട്ടടിക്കും, ഉറപ്പാ. എപ്പോഴേ നോട്ട് ചെയ്തത്. നന്നായാല് എനിക്ക് ഇഷ്ടമായാല് ഒക്കെ ഒരു മുട്ട പൊരിച്ചു കൊടുക്കും. ഓക്കെ, ഡൺ. ഓക്കെ, ഫസ്റ്റ് ഇവക്ക് ബാങ്ക്സ് വെട്ടി കൊടുക്കാം. ഇതിനായി ആദ്യം നമ്മൾ ഒരു ചെറിയ ട്രയാങ്കിൾ സെക്ഷൻ എടുക്കണം. ബാങ്ക്സ് മന്ദല്ലേ വാരി പോന്നേ. സോറി, എൻ്റെ പുറം കാണാൻ എല്ലാ ആൾക്കാർക്ക് സൈഡിൽ നിന്നൊക്കെ എടുക്ക്. നിങ്ങൾക്ക് പോക്കല്ല, കുറച്ച് മതി. ഓരോ ചെറുതാക്കി ആക്കല്ല. എൻ്റെ നേരത്തെ വെട്ടിയതിൻ്റെ സലീം കുമാർ ആയി പോകും. നേരെ നിൽക്കും തല. എത്ര വരെ വേണം? കുറച്ച് വെട്ടിയാൽ ഓരോ വെട്ടിയ രസം ഉണ്ടാവും. എന്റെ മുഖം വിട്ടല്ലേ, അത് കുറച്ച് ദൂരേക്ക് പിടിക്കും. എൻ്റെ തല ഞാൻ എനിക്ക് വെച്ചിരുന്നല്ലോ. ഓരോരോ വെച്ചിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടുമ്പോൾ എല്ലാം മുടി വെട്ടുന്ന. മുടി വെട്ടിയാ പോയത് തന്നെ. ഇനി നമുക്ക് ഇതിന്റെ തുച്ചൊന്ന് റെഡി ആക്കി കൊടുക്കാം. ഭയങ്കര പ്രൊഫഷണൽ. എത്രാം തട്ടാ എൻ്റെ മുടി വെട്ടുന്നത്? മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ. മൂന്നാമത്തെ നമ്മൾ വെട്ടി. എൻ്റെ കളർ പോയി മുടി. ഇപ്പൊ നമ്മൾ ഒരു ട്രയാങ്കുലർ സെക്ഷൻസ് എടുത്തേക്ക്. അപ്പൊ ചീർപ്പം കൂടി തരും. സോറി പ്രൊഫഷണൽ. ബ്യൂട്ടി പാർലർ പോയവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കും എന്നോട്. പിന്നെ എന്തൊക്കെയാ വിശേഷം? സുഖം. അപ്പൊ നമുക്ക് ഈ ഒരു നേരത്തെ വെട്ടിയ ലെങ്ത്തിന് ഇതും കൂടി വെട്ടി കൊടുക്കാം. അപ്പൊ കർട്ടൻ ബാങ്ക്സ് ആവും. കർട്ടൻ നോക്കണ്ട. അങ്ങനെ കർട്ടൻ ആവാ. ഈ ഒരു ലെങ്ത്തില് നമുക്ക് നേരെ ഇങ്ങനെയാണ് നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ബ്യൂട്ടി പാർലർ പോയി നോടുന്നാല് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പിടിച്ചിട്ട് അപ്പൊ നമുക്കത് വെട്ടാം. പ്രൊഫഷണൽ ആണ് സോന. ഞാൻ വെട്ടട്ടെ ഒന്ന്. പ്രൊഫഷണൽ സോന. ഞാൻ ഒറ്റൊന്ന് വെട്ടട്ടെ. ഇച്ചിരി നമുക്ക് ഞാൻ വെട്ടട്ടെ. എന്റെ മുടി അതുവരെ വെട്ടില്ല. വെട്ടിക്കാം. ഇവിടെ മാത്രം ഇവിടെ വെട്ടി. ഇവിടെ വെട്ടട്ടെ. അല്ല സോറി എമ്മി അല്ല. വാവ്, നമുക്ക് ഇങ്ങനെ വെട്ടാം. എന്ത് മുടിയാലത്? ബ്രഷ് പോലെ. എടി മുടി വെട്ടുമ്പോ മേലൊരു സാധനം വിരിക്കും. അതെന്താ ഈ വിരിക്കാത്ത? അവിടെ അല്ല, എന്തായാലും കുളിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രൊഫഷണൽ ഹെയർ കട്ടിങ് ആണ് ഗൈസ്. നിങ്ങൾ കാണണം ഇതൊക്കെ. സോനയ്ക്ക് പല കഴിവുകളുണ്ട്. ഹെയർ കട്ടിങ് ഉണ്ട്, ബോഡി ബിൽഡിങ് ഉണ്ട്. ബിൽഡിങ്ങോ? പക്ഷെ ബോഡിയൊക്കെ പോയിന്നേ ഉള്ളൂ. ഇപ്പൊ പ്രോട്ടീനും ഇല്ല, ഒരു തേങ്ങയില്ല. കോമ്പറ്റീഷൻ അടുപ്പിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കാനും. പക്ഷെ ഇപ്പൊ ഒരു കോഴിമുട്ട പോലും കഴിക്കല്ല. എന്താ ചെയ്യാ? പക്ഷെ വീഡിയോക്ക് വേണ്ടി ചെയ്യട്ടോ. വീഡിയോക്ക് അടിച്ചായിരുന്നു കേട്ടോ. ഇനി തോച്ചിട്ട മുടി ഇത് നമ്മളെ തുച്ച് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ ഇതിനൊരു ടെക്സ്ചർ കിട്ടും. കണ്ടില്ലേ? നമുക്ക് ഈ സൈഡും അതുപോലെ വെട്ടിക്കൊടുക്കാം. ഇപ്പൊ ലെങ്ത് കുറയ്ക്കേണ്ട പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ ലെങ്ത് കുറയ്ക്കാത്തത്. അപ്പൊ നമുക്ക് ഈ സൈഡും അങ്ങനെ വെട്ടിക്കൊടുക്കാം. ജിമ്മിലൂടെ അങ്ങനെ മുടിയിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോരില്ല. അത് ഞാനല്ല, നേരെ വെക്കും. കളിക്കാൻ സോറി, റോബോട്ടോ. നായന് തുറന്നിട്ട് കുറച്ചതാക്കുന്നു. പോയി തുറന്നിട്ട് വാ. എന്നിട്ട് വേണം അത് ഇവിടെ വന്ന് അലമ്പാക്കാൻ. അലമ്പാക്കുമല്ലോ, അവർക്ക് കാണിച്ചെടുക്കുക വീഡിയോയിൽ. അങ്ങനെ പൂപ്പീനെ ബ്ലാക്കിനെ പറഞ്ഞ അനുസരിച്ചില്ലാത്ത സാധനം. എടി ലെങ്ത്ത് കുറയ്ക്കലാണെങ്കിലോ ലെങ്ത്ത് കുറച്ച്. വെറുതെ ആയിപ്പോയി. കളർ അടിച്ചാടാ മുന്നിൽ വെട്ടുമ്പോ. ഇനി ബേബീനെ മുടി വെട്ടണം. ഇനി വെട്ടിയില്ല, ഇങ്ങനെ വെട്ടി കൊടുത്തു. നാളെ വെട്ടാൻ പോവാ. അപ്പം ഇതാണുള്ള ലുക്ക്. ബാക്കിൽ ഇങ്ങനെ വെട്ടൂലേ? ബാക്കിലും വെട്ടും എനിക്ക് വേണമെങ്കിൽ. ലെങ്ത്ത് കുറയ്ക്കാണ്ട്. യെസ്. നമ്മൾ മുടി നീട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും മുടി ഷോർട്ടാക്കിയാലോ എന്ന്. മുടി ഷോർട്ടാക്കുമ്പോഴേക്കും നീട്ടണം. ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എനിക്കിപ്പോൾ നല്ലോണം ഷോർട്ടാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നീട്ടാനും ആഗ്രഹമുണ്ട്. എനിക്കും. എന്താ എനിക്ക് ആഗ്രഹം? എനിക്ക് ഈ നീട്ടാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ചില ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ മുടി വേണ്ടീനും തോന്നും. പക്ഷെ ചില മോഡേൺ ഡ്രസ്സ് ഇടുമ്പോൾ മുടി ഇല്ലാത്തത് നല്ലത്. പിന്നെ മുടി ഉണ്ടാവണം, നല്ലോണം വേണം. ഇൻസ്റ്റാഗ്രാമിൽ ചില റീൽസ് ഒക്കെ കാണുമ്പോൾ അതുപോലെ മുടിയാക്കണം വിചാരിക്കും. ലെങ്ത് വേണം മുടിക്ക്, എന്നാലും ഓക്കെ. ഇപ്പൊ ബാങ്ക്സ് ഞാൻ കുറച്ച് വെട്ടിക്ക്. ഇനി അതൊന്ന് റെഡി ആക്കണം. നേരൊക്കെ തല പിയല്ല, അത് ഡ്രസ്സും തന്നെ അങ്ങനെ പിയേ. ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ട്
ഇതൊരു വെറൈറ്റി വ്ളോഗ് ആയില്ലേ ഗൈസ്? കണ്ടില്ലേ? അപ്പോൾ നല്ല ഇതായില്ലേ? ഇതാണ് ബാങ്ക്സ് ലോങ് ബാങ്ക്സ് ആണ് ഒക്കെ ആക്കി കൊടുത്തത്. ഒക്കെ അത് മതി എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിലൊക്കെ ഒന്ന് വെട്ടണം. ഇത് മുടി അയച്ചിടുമ്പോൾ രസം ഉണ്ടാവും. നമുക്ക് ബാക്കും കൂടി ഒന്ന് ജസ്റ്റ് വെട്ടിക്കൊടുക്കാം. ഫ്രണ്ട് ഏകദേശം ഞാൻ ആക്കി കൊടുത്തേക്ക്. ഭയങ്കര വെയിറ്റ് ആണ് ഗൈസ്, കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, എന്നെക്കാട്ടും ഹൈറ്റ് ഉണ്ട്. ഇതൊരു മടിച്ചുമാണ്, തിരിഞ്ഞിരിക്കാനൊന്നും ആവില്ല. നമുക്ക് ഈ ഹെയർ നല്ലോണം വെട്ടി ഒന്ന് ഷേപ്പായി കൊടുക്കണം. ലെങ്ത്ത് കുറയ്ക്കേണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കാം. ഈ സ്പ്ലിറ്റ് എൻഡ്സ് അതൊക്കെ പോക്കണം. ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു സെക്ഷൻ എടുക്കാം, ഇത് മുന്നോട്ടേക്ക് ഇടാം. നമുക്ക് ഹെയർ ഇങ്ങോട്ടേക്ക് ഇടാം. കണ്ടല്ലോ ഗൈസ്, അടങ്ങിയിരിക്കൂല, അങ്ങനെയാണ് സ്വഭാവം. കുറച്ചുകൂടി ഇത് മുന്നോട്ടേ ആക്കണം. ഓരോ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അടി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എത്രയാ കുറയ്ക്കേണ്ടത്? കുറയ്ക്കുന്നുണ്ട്, ഇച്ചിരി മതി. ഇച്ചിരി മുറിച്ചാൽ മതി അല്ലേ? അപ്പം നമുക്ക് ഇച്ചിരി മുറിക്കാം. നേരെ നമുക്ക് ബാക്കിൽ വെട്ടാൻ പോവാണ്. ആടെ പോക്കല്ല, ഞാൻ സെക്ഷൻസ് എടുത്ത് വെച്ചാലേ. ഓക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം നമുക്ക് ഈ തുച്ഛൊന്ന് വെട്ടിക്കൊടുക്കാം. ഓക്കെ, തുച്ച് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇവിടെ അങ്ങനെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എൻസ് ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കാം. അതിന് കുറച്ചൊന്നും ഇങ്ങനെ പരത്തിയിടണം. നേരാക്ക്, അല്ലെങ്കിൽ കുളായേ. എന്നിട്ട് നമുക്ക് ഒരു ലെവലിൽ കണ്ടില്ല ഗൈസ്, ഞാൻ കുറച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ പോക്കാണ്. പിന്നെ പൊന്തി നിൽക്കുന്ന മുടികളൊക്കെ വെട്ടിപ്പോക്കണ്ടേ? മുടി കുടുങ്ങിപ്പോയി. അത് തുമ്മായിരുന്നേ, കുഴപ്പമില്ല, പോയി. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഹെയർ കട്ട് ചെയ്യണം ഗൈസ്, എന്നാൽ മാത്രമേ ഹെയർ കാണാനൊരു ഫ്രഷ് ലുക്ക് കിട്ടുള്ളൂ. നമുക്ക് പീടികയിൽ പോയി പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലിങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ വെട്ടി തന്നാലും മതി. നമ്മളിത് യൂക്കട്ട് പോലെയാണ് ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഒരാളെ മുടി വെട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനും വേണം ഒരു കോൺഫിഡൻസ്. ഞാൻ ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്റെ സ്വന്തം മുടി ഞാൻ ബാങ്ക്സ് ഒക്കെ വെട്ടി നോക്കലുണ്ട്. പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ഒരു ലെയർ കട്ട് ചെയ്യുന്ന എന്തൊക്കെയോ മെത്തേഡ് കണ്ടുപഠിച്ചതിനെ കൊണ്ട് അതാണ് ഇപ്പൊ പരീക്ഷിച്ച് നോക്കുന്നത്. പിന്നെ കൊളാക്കൂല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അങ്ങോട്ട് വെട്ട് തന്നെ. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇവള്. കണ്ട ഗൈസ്, ഞാൻ ലെയർ കട്ട് ചെയ്യുന്നത് ഇതാണ്. പിന്നെ ഓവർ നീളം കുറയ്ക്കേണ്ടെന്നെ കൊണ്ട് വലിയ ചേഞ്ച് ഒന്നും തോന്നില്ല, പക്ഷെ എന്നാലും എവിടേക്കോ ഒരു ചേഞ്ച് തോന്നും. പക്ഷെ എനിക്ക് ഓവറോൾ ലുക്ക് ഇഷ്ടപ്പെട്ട്, കാരണം ഞാൻ വെട്ടിയതിനെ കൊണ്ട് എന്തായാലും കൊളായില്ലല്ലോ. നീ ആക്കണ്ട അങ്ങനെയൊക്കെ, ഞാനല്ല ഇങ്ങനെ ആക്കിട്ടാ. ഗൈസ് നോക്കൂ, ഇതാണ് ഞാൻ ആക്കി കൊടുത്ത ഇത് ലെയർ കട്ട്. നമ്മൾ ഹോം മെയ്ഡ് ലെയർ കട്ടാണ്. എന്താ ചെയ്യുക? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല, ഞാൻ പോവാ. ഞാൻ നോക്കട്ടെ പോയിട്ട് കണ്ണാടിയിട്ട്. ബാങ്ക്സ് ഉണ്ട്, രസമുണ്ട്. കുഴപ്പം ബാക്കിൽ എങ്ങനെയാ എനിക്ക് അറിയില്ലല്ലോ. ബാക്കൊന്ന് കാണിക്ക്. കണ്ടില്ലേ ഗൈസ്, ഇതാണ് സോന വെട്ടിക്കൊടുത്ത ലെയർ കട്ട്. ഇതാണ് ഗൈസ് ബാക്ക്. അപ്പം ലെയർ കട്ട് ചെയ്തു സോന. ഞാനൊരു പ്രൊഫഷണൽ ഹെയർ കട്ടിങ് ആളൊന്നല്ല, പക്ഷേ ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. മുന്നോട്ട് നോക്ക്. ബാങ്ക്സും വെട്ടിക്കൊടുത്തിട്ടുണ്ട് മുന്നിൽ. മുട്ട ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഓക്കെ, താങ്ക് യു ചക്കു. ഓക്കെ, ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടാൽ അതുകൊണ്ടെങ്കിൽ കോഴിമുട്ട പൊരിച്ചു തന്നെങ്കിൽ ഗൈസ്. അപ്പം അടുത്തൊരു വ്ളോഗുമായിട്ട് പിന്നെ കാണാം.